എന്നാൽ കൊച്ചുകുട്ടികൾ ഒട്ടും അറിവില്ലാത്തവരാണെങ്കിൽ പോലും മറ്റ് വിദ്യാഭ്യാസത്തിനൊന്നും പറ്റാത്തവരാണെങ്കിൽ പോലും അവരുടെ മദർ ടങ്, ഇപ്പോൾ ഇംഗ്ലീഷിലുള്ളവർ ഇംഗ്ലീഷ്, മലയാളത്തിലുള്ളവർ മലയാളം, ഇത് കൊച്ചിലെ തന്നെ 3 വയസ്സുള്ളപ്പോൾ തന്നെ ഭാഷ പഠിക്കുന്നു. അപ്പോൾ ഇതെല്ലാം ശ്രദ്ധ കൊണ്ടാണ്. അപ്പോൾ ഈ ഒരു ഒബ്സർവേഷൻ, ഈ ശ്രദ്ധ കൊണ്ട് ആണ് യഥാർത്ഥ പഠനം ഉണ്ടാകേണ്ടത്. അപ്പോൾ അവിടെയാണ് ജീസസ് പറഞ്ഞിരിക്കുന്നത്, ബി ചൈൽഡ് ലൈക്ക് ടു എൻ്റർ ദ കിങ്ഡം ഓഫ് ഗോഡ്. അപ്പോൾ നമുക്ക് ആ ചൈൽഡ് ലൈക്ക് ആയിട്ടുള്ള മനസ്സുണ്ടെങ്കിലേ നമുക്ക് ആ ദൈവികമായിട്ടുള്ള ഒരു സാമ്രാജ്യത്തിലേക്ക്, ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കാൻ പറ്റൂ എന്ന് പറയുന്നു. അപ്പോൾ ചൈൽഡ് ലൈക്ക് മനസ്സെന്താണ്? ഒബ്സർവേഷൻ, ക്ലിയർ, ഒരു ബയാസ്ഡ് ആകാത്ത, മനസ്സിൻ്റെ അറിവുകൾ കൊണ്ടൊന്നും നിറയ്ക്കാത്ത, കമ്പയർ ചെയ്യാത്ത, ഒരു ജഡ്ജ്മെൻ്റ് ഇല്ലാത്ത, ഇപ്പം നിഷ്പക്ഷമായിട്ട് ഒബ്സർവ് ചെയ്യാനുള്ള ഈ മനസ്സാണ് ഈ ചൈൽഡ് ലൈക്ക് എന്ന് പറയുന്നത്, അതായത് കുട്ടികളെ പോലുള്ള മനസ്സെന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു മനസ്സ് നമ്മൾ ഉണ്ടാക്കിക്കൊണ്ട് വേണം നമ്മൾ ഇതുപോലുള്ള ആധ്യാത്മിക പ്രഭാഷണങ്ങൾ അല്ലെങ്കിൽ ഇതുപോലുള്ള കാര്യങ്ങൾ കേൾക്കാൻ. അങ്ങനെ നിഷ്പക്ഷമായിട്ട് നമ്മൾ ഒബ്സർവ് ചെയ്യാൻ പഠിച്ചാൽ നമ്മുടെ ജീവിതത്തിലുള്ള 90% പ്രശ്നങ്ങളും പോകും. പിന്നെ ബാക്കിയുള്ള 10% പ്രശ്നങ്ങളെ നമുക്ക് ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാനും പറ്റും. അപ്പോൾ ഈ രീതിയിൽ ഇപ്പോൾ ഉദാഹരണമായിട്ട് ഇപ്പോൾ ഇന്ന് എൻ്റെ വീട്ടിൽ രാവിലെ അമ്മയോട് സംസാരിക്കുമ്പോൾ, ഒരു ഇഷ്യൂ ഇങ്ങനെ സംസാരിക്കുമ്പോൾ, ഞാൻ ഒരു കാര്യം ഇങ്ങനെ കൊണ്ട് കൊടുക്കുമ്പോൾ അമ്മ പറഞ്ഞു അത് ഞാനിങ്ങനെ വിചാരിച്ചു. അപ്പോൾ ഞാനിങ്ങനെ ചോദിച്ചു എന്തിനങ്ങനെ വിചാരിച്ചു എന്നും പറഞ്ഞിങ്ങനെ ഒരുപാട് വഴക്ക് കൂടി. അപ്പോൾ വഴക്ക് പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു അത് ഞാൻ നല്ല രീതിയിലാണ് വിചാരിച്ചത്, മറ്റത് നേരത്തേക്ക് അമ്മ പലതും തെറ്റായിട്ട് വിചാരിക്കുന്നതിന് ഞാൻ വഴക്ക് പറയാറുണ്ടായിരുന്നു. അപ്പോൾ ഇപ്രാവശ്യം പറഞ്ഞു ഞാൻ നല്ല രീതിയിലാണ് വിചാരിച്ചത്. അപ്പം ഞാൻ പറഞ്ഞു നല്ല രീതിയിൽ എന്തിനു വിചാരിച്ചു? കാര്യം വിചാരിക്കണ്ട, കാര്യം ഞാൻ സ്ട്രെയിറ്റ് ഫോർവേഡായിട്ടൊരു കാര്യം തരുമ്പോൾ, ഞാൻ സംസാരിക്കുമ്പോൾ നമുക്ക് എന്തിനാ വിചാരം? അതിൻ്റെ ഇടയിൽ ഞാനും അമ്മയും തമ്മിലുള്ള ആ റിലേഷൻഷിപ്പിൻ്റെ ഇടയിൽ എന്തിനാണ് ഒരു വിചാരം? വിചാരത്തിൻ്റെ ആവശ്യമില്ല. കാര്യം ഇങ്ങനെ നല്ല രീതി വിചാരിച്ച ഇതേ മനസ്സ് നാളെ തെറ്റായിട്ട് വിചാരിക്കും. അപ്പോൾ അങ്ങനെ ഒരു വാസന ഉണ്ടാക്കാൻ പാടില്ല. സ്ട്രെയിറ്റ് ഫോർവേഡ് റിലേഷൻഷിപ്പ്, ലവ്, ഒബ്സർവേഷൻ, അവയർനെസ്സിലാണ് ഉണ്ടാവേണ്ടത്. അല്ലാതെ ഒരു റിലേഷൻഷിപ്പ് ഇല്ല. അതുകൊണ്ട് ഞാൻ ഇവിടെ വിചാരിക്കാൻ സമ്മതിക്കില്ല. ഒന്നും വിചാരിക്കണ്ട. നമ്മുടെ കണ്ണും കാതും ചെവിയും ഒക്കെ തുറന്നിരുന്നാൽ മാത്രം മതി. നമ്മൾ ഈ വിചാരങ്ങളൊന്നും വേണ്ട. അത് നമുക്ക് മറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയുള്ളതാണ്. ഭൗതികമായിട്ടുള്ള നമ്മുടെ ഓരോ പ്ലാനിങ്ങും നമ്മുടെ ജോലികളൊക്കെ ചെയ്യാൻ വേണ്ടിയുള്ളതാണ് ഈ വിചാരം. അപ്പോൾ ഈ വിചാരത്തെ ഒഴിവാക്കിക്കൊണ്ടുള്ള റിലേഷൻഷിപ്പും ആധ്യാത്മികമായ പരിണാമവും മനസ്സിൻ്റെ ഈ പ്രശ്നങ്ങളിൽ നിന്നുള്ള കംപ്ലീറ്റ് സമൂലമായിട്ടുള്ള മോചനവും. അപ്പോൾ ഇതിനാണ് ഞാൻ ഈ സംസാരിക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ നല്ല ക്ലിയർ കട്ട് ഒബ്സർവേഷൻ ഉണ്ടെങ്കിലേ പറ്റൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും റിലാക്സ് ആയിട്ടിരുന്ന് എന്നെ ജഡ്ജ് ചെയ്യാനും ഞാൻ പറഞ്ഞതിനെ വിലയിരുത്താനും അത് ശരി തെറ്റെന്നൊന്നും നിഗമനം ചെയ്യാതെ കറക്റ്റ് നമ്മൾ സിമ്പിൾ റിലാക്സ് ചെയ്ത് നമ്മൾ പറയുന്ന ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും ഒരു സത്യമുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ജീവനിൽ അത് വർക്ക് ചെയ്യും. കാരണം ഇത് ഞാൻ പറയാതെ തന്നെ നേരത്തെ ഈ ഒബ്സർവേഷനും ഈ അറിവെല്ലാം ജീവനിലുള്ളതാണ്. ഇത് ജീവൻ്റെ ക്വാളിറ്റിയാണ് ഈ ഒബ്സർവേഷൻ. എന്നിട്ട് മനസ്സിനെ നിരാകരിച്ച് മനസ്സിൻ്റെ അറിവുകളിലാലൊന്നും ബയാസ്ഡ് ആകാതെ